ഈ സ്വിമ്മിംഗ് അല്ലാതെ ഹെൽത്ത് ക്ലബ് ഉണ്ടോ? കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നല്ല ആരോഗ്യം ഉണ്ടാവണല്ലേ? ആ അതെ. പറയുന്നോണ്ട് എന്തെങ്കിലും തോന്നരുത്. ഫമീല കുഞ്ഞെ പറയട്ടെ, ഒന്ന് പറഞ്ഞു തൊലിക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആ കാളിക്കുട്ടി ഇല്ലേ? ഏത് കാളിക്കുട്ടി? നമ്മുടെ ചാത്തന്റെ മോള്. അവളുടെ ആരോഗ്യം ഇവിടത്തെ ഒരൊറ്റ കൊച്ചമ്മമാർക്കില്ല. എന്താ അതിന്റെ രഹസ്യം? അറിയില്ല. അവള് പാടത്ത് ഇഷ്ടികളത്തിൽ കൂലിപ്പണിക്ക് പോവാ. മോളെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ? ഇങ്ങനെയല്ല നീന്തേണ്ടത്. ആ വന്നേ വന്നേ. കൈ രണ്ടും മുന്നോട്ട് ഇങ്ങനെ ആയ, എന്നിട്ട് കാല് പിന്നിലിട്ട് തല്ല. അങ്ങനെ പതുക്കെ പതുക്കെ നീന്തുക. ഇനി ഇതല്ലാണ്ട് ഈ രണ്ടിന്റെ ഇടയിൽ ഈ എയറിൽ പോണ പരിപാടി. എന്റെ അയ്യോ, സാറ്റോക്ക് നീന്തറിയില്ലേ? ഇനി ഈ തണുപ്പ് മാറണമെങ്കിൽ രണ്ട് പെഗ അകത്ത് ചെല്ലണം. Sit down. Stand up. Sit down. Stand up. ഓളെ പറ്റി അവിടുന്ന്. സ്റ്റാൻഡ് അപ്പ്. സ്റ്റോപ്പ് ഇറ്റ്. ഇവനാര്? ഡ്രിൽ മാസ്റ്റർ. സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗണും പറയാൻ. എന്താ വേണ്ടത്? നെപ്പോളിയൻ ഉണ്ടോ? ഉണ്ട് സാർ. പെഗിന് 60 രൂപ ആവും. അതല്ലടോ, എന്റെ കൂട്ടുകാരൻ നെപ്പോളിയൻ, ഇരിഞ്ഞാലക്കുടക്കാരൻ. എനിക്കറിയാം, ഞാൻ പുതിയ ആളാ. വേറെ നല്ല ക്വാളിറ്റി എന്തുണ്ട്? ജോണിഷ വന്നിട്ടുണ്ട്. മോണിഷയോ? ഇവിടെ വന്നിട്ടുണ്ടോ? ആ അവാർഡ് കിട്ടിയ കുട്ടിയല്ലേ? ഒന്ന് വിളിക്കൂ, ഞാനൊന്ന് കാണട്ടെ, എനിക്ക് നല്ല ഇഷ്ടാ. അതല്ല സാർ, ഞാൻ ഡ്രിങ്ക്സിന്റെ കാര്യം പറഞ്ഞത്. ഓ, താൻ പോയി നല്ല കത്തുന്ന സൈസ് ഡബിൾ ലാർജ് XXX റമ്മ് കൊണ്ടുപോവാ. എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പെട്ടെന്ന് വാ. ഫാക്ടറി കാണുന്നില്ലല്ലോ. അയാൾ വന്നോളൂ, നീ വാ. അമീന കുഞ്ഞേ, ഒന്ന് നിന്നേ. ഹലോ, പമീലയാണ് സർ.
എന്തു വേണം? ഇന്നും ഞാൻ അവരെ കണ്ടു സർ. എവിടെ വെച്ച്? റെസിഡൻസി ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച്. എപ്പോ? അരമണിക്കൂറിന് മുൻപ്. എനിക്ക് ആകെ പേടിയാവുന്നു സർ. നിങ്ങൾ ഇങ്ങനെ എമോഷണൽ ആയാലോ? കുറച്ച് ധൈര്യമായിരിക്കും. രഞ്ജിയെ കൊന്നവൻ ആ ഗാങ്ങിലുണ്ട്. ഞാൻ കണ്ടതാണ്. ആ മാരുതിവാന്റെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, പറഞ്ഞാലോ ശരിയാണല്ലോ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇനി എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ തന്നെ അവനെ പൊക്കും. നീ ഒന്ന് സമാധാനമായിരിക്കും പമ്മില. രഞ്ജിയെ കൊന്നവനെ അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവന്മാര് പോലീസിനെ സ്വാധീനിക്കുമെന്ന എന്റെ സംശയം. നീ എന്ത് ഫോളിഷ്നെസ് ആണ് പറയുന്നത്? പോലീസിന്റെ ജോലി അവർക്ക് വിട്ടുകൊടുക്കൂ. അത് അവര് ചെയ്തോട്ടെ. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എവിടെ? അവിടെ റൈറ്റിലാണ് സാർ. ഞങ്ങള് മോളെ റെയിൽവേ സ്റ്റേഷൻ വിടാം. വെറുതെ ബസ്സിൽ കയറി എത്ര നേരം ഇരിക്കണം? അതാ ലതികെ നല്ലത്. സാറ്റു, എന്തോ? ഞങ്ങൾ ആ തോമാച്ചന്റെ വീട്ടു താമസത്തിന് പോവുക. വരാൻ കുറച്ച് വൈകും. രാത്രിയിൽ നീ എങ്ങും പൊയ്ക്കളയരുത്. മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എവിടെ പോവാനാ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. സാറ്റോ, ഇത് വെച്ചോളൂ. എന്തിനാ കുഞ്ഞ് എനിക്ക് പണം? ഇടയ്ക്ക് സ്മോൾ അടിക്കാൻ പൈസ വേണ്ടേ സാറ്റോ? വച്ചോളൂ. എനിക്ക് വേണ്ട. വാങ്ങിച്ചോ? വേണ്ടെന്നേ. വാങ്ങിക്കടോ, സന്തോഷത്തോടെ വരുന്നതല്ലേ. പോട്ടെ. കുഞ്ഞെ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട, താൻ വെള്ളം അടിക്കാൻ പോവല്ലേ? അല്ല അല്ലേ? അല്ല, മരിച്ചുപോയ എന്റെ മമ്മിക്കും ഡാഡിക്കും വേണ്ടി കുറച്ചു നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാ. പോണ്ടെങ്കിൽ പോണ്ട. ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. എന്നോട് കുഴിച്ചിട്ടോളാം. എന്നാ പൊയ്ക്കോ സാറ്റോ. എന്നാ പോയിട്ട് വെച്ചേ. നോക്ക്, നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച് കണ്ട പാർട്ടി വരുന്നുണ്ട്. ഇങ്ങനെ വിളിക്കേ. ഹലോ, വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. അവിടെയാ? ആ, ഞാൻ കസേര എടുക്കട്ടെ. ചേട്ടാ, ഇതോടെ കഴിക്കും. വേണ്ട, കഴിക്കുക. ഇനി കുടിച്ചാ പെശക. ആടി ചേട്ടാ, എന്തെങ്കിലും പെശവ് വന്നാ ഞാൻ ചേട്ടനെ വീട്ടിലെത്തിക്കാൻ പോരെ? പമീൽ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാ. ആരാ പമീലെ കുഞ്ഞ്? ചേട്ടന്റെ മോളോ? മോളല്ല, എങ്കിലും എനിക്ക് മോളെ പോലെയാ. കുഞ്ഞിന്റെ മമ്മിയും ഡാഡിയും വീട്ടിലില്ല. അവര് പുരാമസിന് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞു വരുമ്പോ നേരം വേഗം. എന്നാ ഒന്നുകൂടെ പൂശ. ആ പൂശ.